അപ്പോൾ ഇപ്പം നിനക്കിപ്പോൾ ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഡാൻസ് ക്ലാസ്സും ഇല്ലല്ലോ, കുറവാണ്. നിനക്ക് സൗകര്യമല്ലേ പോവാൻ. നീ ഒരു കാര്യം ചെയ്യും, അവളെയും കൂടെ കൂട്ടിക്കോ, എന്നിട്ട് രണ്ടാളും കൂടെ പോ. അതിന് രണ്ടുപേരും കൂടെ പോയാൽ കൊച്ചിനാരും നോക്കും. ഓ, ഞാനൊരു പണി പറയട്ടെ, ഈ ബാച്ചിൽ ഞാൻ പോയി പഠിക്കാം, ഇനി അടുത്ത ബാച്ച് ഉണ്ടാവത്തില്ലേ? ഇപ്പോൾ ഉടനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അല്ലോ എന്തായാലും ഉണ്ടാകും. അപ്പോഴത്തേക്ക് ചേച്ചി പോട്ടെ. ഇപ്പൊ രണ്ടുപേരും കൂടെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ രണ്ടുപേരുടെ പോക്ക് നടക്കത്തില്ല. ഞാൻ ആദ്യം പോവാം. കുഴപ്പമില്ല, പക്ഷേ ഇനി എങ്ങനെ അവൾ അറിഞ്ഞാലോ? അത് ആരും പീറ്റർ ചേട്ടൻ പറയായിരുന്നു. ഞാൻ പറയത്തില്ല, ഞാൻ വേറെ ഏതെങ്കിലും വഴി അറിഞ്ഞിട്ട് ഞാൻ പോയി ചേർന്നെന്ന് പറഞ്ഞു. ഞാനായിട്ട് പറയൂല, നിന്റെ വായിന്ന് വീഴാനാ. നിങ്ങൾ ചിലപ്പോൾ ചക്കര അടയായിട്ടിരിക്കുമ്പോൾ നിന്റെ വായിന്ന് അതുകൊണ്ട് അതുപോലെ രഹസ്യമായിട്ട് പഠിച്ചിട്ട് എനിക്ക് ചേച്ചിയുടെ മുഖത്ത് പരീക്ഷിക്കണം, ചേച്ചിനെ ഞെട്ടിക്കണം. അയ്യോ, പിന്നെ നിനക്ക് പരീക്ഷിക്കാൻ എൻ്റെ ഭാര്യ എന്താ പരീക്ഷണ വസ്തുവാ? അതല്ലെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ, സുന്ദരിയാക്കാം. അവൾക്കിപ്പോ സൗന്ദര്യം ഇല്ലേ? ഉണ്ട്, നല്ല ഫേഷ്യലൊക്കെ ചെയ്താൽ ഒന്നും കൂടെ സുന്ദരിയാകും. അപ്പൊ ഇനി അപ്പൊ ഇവിടെ ആര് രജിസ്റ്റർ ചെയ്യും? അല്ല, അതെല്ലാം ഞാൻ വിളിച്ച് സെറ്റാക്കാം. അൻസാറിനോട് ഞാൻ പറയാം, പഞ്ചായത്തിന്റെ കാര്യങ്ങളല്ലേ, പറഞ്ഞു കളയല്ലേ അവളോട്. ക്ലീറ്റർ ചേട്ടൻ വാതുറക്കായിരുന്നാ മതി, നിങ്ങൾ സ്നേഹം കൂടുമ്പോ പറയാതിരുന്നാ മതി. പക്ഷെ കേട്ടിട്ട് അത്ര ശുഭപരിവശയായി തീരുമെന്ന് തോന്നുന്നില്ല. കരുനാക്ക് വളച്ച് പറയല്ലേ പ്ലീസ്. ഞാൻ പറയൂല, സത്യം ചെയ്. അവൻ പോയി പറയായിരുന്ന മതി. ക്ലീറ്റർ ചേട്ടൻ പറയത്തില്ല. ഉറപ്പാ? അവിടെ സമാധാനം വേണമെന്ന് ക്ലീറ്റർ ചേട്ടൻ നന്നായിട്ട് അറിയാം. സത്യം ചെയ്. സത്യം മര്യാദക്ക് സത്യം ചെയ്. എനിക്ക് ഏട്ടനെ തീരെ വിശ്വാസമില്ല. ഇവിടെ എല്ലാം കുളവാക്കുന്ന ഏട്ടനെ ഒറ്റ ഒരുത്തനാണ്. സത്യം ചെയ്. അസത്യം അസത്യം അസത്യം. ഇതെന്തത് വന്നിട്ട് അകത്തേക്ക് കയറേണ്ടത് രണ്ട് മൂലക്ക് ഇരുത്തിയേക്കണൊക്കെ. അപ്പോൾ ക്ലീറ്റ് വന്ന് അവളടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഉണ്ട്, നീ പോണാടി എന്ന് ചോദിച്ചു. അവൾ എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തങ്കമില്ലാതെ പോവല്ലേ എന്ന് പറഞ്ഞു. അവിടെ തങ്കത്തിനെയും കൊണ്ടുപോയി കൊച്ചിനായിരുന്നു നോക്കും. ഞാൻ ആദ്യമായി പഠിക്കട്ടെ, ഒരു മാസം പഠിച്ചതിന് ശേഷം ചേച്ചിയുടെ പിന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. നല്ല കാര്യമല്ലേ അത്? അങ്ങനെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, അല്ലാതെ അവൾ അറിഞ്ഞിട്ട് അറിയാതെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ സംഭവം ഇന്ന് കുളമായി പോയി. എങ്ങനെയെന്ന് വെച്ചാൽ ഇവളിവിടെ തയ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് പോയില്ലേ, അത് തയ്യൽ ക്ലാസ്സിലല്ലായിരുന്നു, ഇതേ ബ്യൂട്ടീഷ്യൻ കോഴ്സിന്. ഒന്ന് പോടാ അവിടെ. അങ്ങനെയാണെങ്കിൽ അവര് നേരത്തെ കാണില്ലേ? രണ്ട് സമയത്തായിരുന്നു. ഞാൻ രാവിലെയും ചേച്ചി ഉച്ചയ്ക്കും. അമ്മാവനൊന്ന് ആലോചിച്ചോക്കെ, ഒരു വീട്ടില് എന്റെ ഭർത്താവ്, എന്റെ ആങ്ങള, എന്റെ നാത്തു, മൂന്നുപേരും കൂടി എന്നെ പറ്റിച്ച് എങ്ങനെ ഉണ്ടാവും? എന്നോട് നോണ പറഞ്ഞ് എന്നെ മറിച്ച് പോയില്ലേ? അപ്പൊ ചേച്ചി ഒറ്റയ്ക്ക് പറ്റിച്ചിട്ടല്ലേ വന്നത്? അപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ? ഹലോ തയ്യൽ ടീച്ചർ, ഡാൻസ് ടീച്ചർ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ അവസാനത്തെ ക്ലാസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ക്ലാസ് എന്തായാലും ഇന്നത്തോടുകൂടി അവസാനിച്ചു. തയ്യൽ ടീച്ചറിന് എന്തായി? നല്ലായിരുന്നു. നല്ല രീതിയിൽ അവസാനിച്ചു അല്ലേ? ഓക്കെ, ഹാപ്പി. പിന്നെ തങ്കം, വേറെ സംഭവം, പഞ്ചായത്തിൻ്റെ ഇതിൽ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് തുടങ്ങുന്നുണ്ട്. തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും, തിങ്കളാഴ്ച മുതൽ തുടങ്ങും. അപ്പം ഞാനത് ഒരു കാര്യം പ്ലാൻ ചെയ്തത്, ആദ്യം തങ്കം പോയി ആ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. നീ പഠിച്ചു കഴിഞ്ഞിട്ട് ലില്ലി പോട്ടെ. അല്ല, ഞാനിവിടെ ഇരുന്നോളാം ക്ലീറ്റോ, എനിക്ക് അതിനുള്ള കഴിവില്ല. ലില്ലിക്ക് നല്ല കഴിവാ. അവളിപ്പോൾ ഡാൻസ് ഇതെല്ലാം കഴിഞ്ഞ് അവൾ ഒരുപാട് ക്ഷീണിച്ചിരിക്കുക. വേണ്ട, നീ പോ. അല്ല ക്ലീറ്റോ, അത് അവള് തന്നെ പൊക്കോട്ടെ. ഞാനിപ്പോ തയ്യൽ നല്ലോണം പഠിച്ചു. അത് പഠിച്ചല്ലോ, അതുപോലെ ബ്യൂട്ടീഷ്യന് നീ പഠിക്കണം. അല്ല, അത് പിന്നെ ഇപ്പൊ ഞാൻ ക്ലീറ്റോന് ഒരു ഒറ്റ വെള്ളക്കുപ്പായം തയ്ച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് നോക്കാം നമുക്ക്. വന്നേ. അയ്യോ, അതെ അതെ. എന്തെങ്കിലും ശബ്ദം കേട്ടോ വരണ്ട കേട്ടോ. ഇല്ല, ഞങ്ങളില്ല, ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ലേ. അയ്യോ